ഉരുളുപൊട്ടിയ പ്രദേശമാണ് കാണുന്ന അടൂർമല. ഇങ്ങനെയാണ് കുത്തി ഒലിച്ചു പോയേക്കണം. അല്ല, ജലപ്രവാഹമായിരുന്നു. ഇച്ചിരി കുറഞ്ഞിട്ടുണ്ടെന്നായിരുന്നു. നമ്മുടെ ഈ ഉരുളുപൊട്ടിയെടുത്തേ സുമതി ചേച്ചി മരിച്ചില്ലേ? അവർക്ക് എത്ര മക്കളാണ്? ആണും പെണ്ണോ? പെണ്ണ്. അവര് അറിഞ്ഞ് അപ്പം തന്നെ അറിഞ്ഞില്ലേ? ചേട്ടൻ എന്ത് ചെയ്യുന്നു? ഇവിടെ രണ്ടാള് മോളിനടുത്താണ്. പയ്യൻ എന്താ സംഭവിച്ചത്? അല്ലേ? ഓ, കേട്ടിട്ട് തന്നെ ഭയങ്കര. പിന്നെ ഇവിടെ എത്ര വീടുകളുണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ ഈ ഉരുള് പൊട്ടിയെടുത്ത്? ഒറ്റ വീടുള്ളൂ അല്ലേ? മൊത്തം തോടിന്റെ ഭാഗമാണല്ലേ? ഓക്കെ ഓക്കെ. അതുകൊണ്ടാണ് വലിയ പ്രശ്നങ്ങളില്ലാണ്ട് പോയത്. പിന്നെ അപ്പുറം ഇപ്പുറമൊക്കെ നല്ല ഒരുപാട് വീടുകളുണ്ട് കേട്ടോ. ഇപ്പൊ ഈ ചേട്ടൻ്റെ പേര് നാരായണൻ ചേട്ടൻ്റെ ഒക്കെ വീട് തൊട്ടപ്പുറയാണ്. ഈ ഉരുള് പൊട്ടി 100 മീറ്റർ അപ്പുറയാണ് ഈ നാരായണൻ ചേട്ടൻ്റെ വീട്. അതൊക്കെ പറയുമ്പോൾ വലിയൊരു ഭാഗ്യം തന്നെ അവർക്കൊക്കെ. കാരണം നമുക്കൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം ഇപ്പോൾ മറ്റേ ചൂരൽമലയിലുണ്ടായ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ. പുറകിൽ കിടന്ന സമയത്താണ് പ്രകൃതിയുടെ താണ്ഡവം ആടിയത്. ആ, അവിടെ അല്ലേ? കുഴപ്പമില്ല, ഇവിടെ നിൽക്കാം. ഇവിടെ തൊട്ടടുത്തൊരു വീടുണ്ട് കേട്ടോ, ചേർന്ന് തന്നെ. വിഭവങ്ങൾ എന്താണെന്ന് നമുക്ക് പറയാൻ സാധിക്കാത്ത ഒരു കാലഘട്ടത്തിലോട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. കണ്ടോ ഈ പ്രദേശം നോക്കി, ഏറ്റവും ടോപ്പിൽ നിന്നാണ് പോന്നേക്കണ. അവിടെയായിരുന്നു അല്ലേ വീട്? എവിടെയായിരുന്നു വീട്? ആ, എന്തായാലും ആ സംഭവം നമ്മുടെ സ്ഥലത്തേക്ക് നോക്കും. ചെന്നതിന് ഇപ്പോൾ ഈ ജമനീഷും വഴിപ്പരക്കൽ രാഹുൽ എന്ന് പറഞ്ഞ കളക്ടറേറ്റ് ജോലിയുള്ളതാണ്. അവർ രണ്ടുപേരും കൂടെ ചെന്നപ്പോഴേക്കും ഇങ്ങനെ ഉരുൾപൊട്ടൽ കഴിഞ്ഞ് ആദ്യ റൗണ്ട് മണ്ണ് ഇടിഞ്ഞ് പോയതിനു ശേഷം രണ്ടാമത് വീണ്ടും മണ്ണ് ഇടിഞ്ഞു. അതിനാണ് ഈ ചേച്ചിയൊക്കെ ഒഴുകിപ്പോയത്. അപ്പോൾ ഈ ചേച്ചിയുടെ മകൻ വീടിൻ്റെ അവിടെ ഒരു സ്ലാബ് ഇടിഞ്ഞ് കിടക്കുന്ന അതിൻ്റെ അടിയിൽ ഇങ്ങനെ കിടക്കുകയായിരുന്നു. അപ്പോൾ ആ പയ്യൻ പറഞ്ഞു എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് എതിരെ ചെന്ന് അവരുടെ സ്വന്തം കൈകൊണ്ട് തന്നെ ഈ മണ്ണ് മാറ്റി 4-5 കോളത്തിന് കട്ട ചേച്ചിയുടെ വീട്ടിൽ മുട്ടം പഞ്ചായത്തിൽ അങ്ങോട്ട് മാറി പേടിച്ചു കൂട്ടല്ലേ? ഇവിടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ട് താമസിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇവിടെയാണോ ചേച്ചി കല്ല് കിടക്കുന്നില്ലേ? ഓ, ഇവിടെയാ ചേച്ചിയെ കിട്ടിയത് ബോഡി. കുത്തിയടിച്ച് പാറക്കല്ലും മരങ്ങളും പിഴുതെറിഞ്ഞു കൊണ്ടുപോയ ആ ഒരു പ്രദേശമാണ് ഈ കാണുന്നത്. ഇതാണ് സുമതി ചേച്ചി മരിച്ചു കിടന്ന സ്ഥലമാണ്. ആ കാണുന്ന ആ ഒരു കല്ല് കിടക്കുന്നില്ലേ, ഈ കല്ല്, ആ ഭാഗത്തായിരുന്നു സുമതി ചേച്ചി മരിച്ചു കിടന്നത്. ഈ പ്രകൃതിയുടെ താഴോട്ട് നോക്കിക്ക് തോടാണെന്ന് തോന്നുന്നു അങ്ങോട്ട്. ഭയങ്കര ഒരു ഭീകരത തന്നെയാണ് എന്തായാലും. കണ്ടോ, ഭയങ്കര ഭീകരതയാണ്. ഇത് കണ്ടിട്ട് എനിക്ക് തന്നെ ഒരു ഭയം തോന്നുകയാണ്. അപ്പോൾ